ക്രിസ്മസ് ആഴ്ചകളിൽ പല സ്ഥലത്തു നിന്ന് ആൾക്കാരിങ്ങനെ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം, പെന്തിക്കോസ്റ്റ് മിഷൻ എന്ന് പറയുന്നു, അല്ലെ പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ പലരും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിയട്ടെ, ക്രിസ്മസ് കഴിയട്ടെ. ഈ തിരക്കിനിടയിൽ പണ്ട് ബൈബിൾ പറയുന്ന പോലെ അബിയാസാറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രായിമിൻ്റെ കാലാപർക്കല്ലോ നല്ലതെന്ന്. ഒരു ബാർബർ ഷോപ്പിൽ ഞാനിരിക്കുമ്പോൾ, മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കേട്ടതായ ഒരു ഡയലോഗാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയത്തില്ല. ചാക്കോ മാഷയുടെ 36 പവൻ്റെ ഇടയിൽ ഈ 1.5 പവൻ മുക്കിക്കളയരുതെന്ന് പറഞ്ഞൊരു ഡയലോഗ് കേട്ടു. എന്താണെന്നറിയില്ല. അപ്പോൾ ചാക്കോ മാഷ ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ ചാക്കോ മാഷയുടെ 36 പവൻ്റെ ഇടയിൽ ഈ 1.5 പവൻ മുക്കിക്കളയരുതെന്നിങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ക്രിസ്മസും ബഹളവും ഈ പറഞ്ഞ മദ്യപാനവും പിന്നെ പടക്കപ്പൊട്ടിയിലും ഇതിനിടയ്ക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കാൻ എന്തിനാണെന്ന് വിചാരിച്ച ആളുണ്ടായിരുന്നു. എന്നാൽ പലരും ആവശ്യപ്പെട്ടു എന്താണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ ക്രിസ്മസിനെ കുറിച്ച് എൻ്റെ അറിവ് പറയാം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചെന്നുള്ളൊരു ചരിത്ര സത്യമാണ്, നമ്മുടെ എല്ലാ അനുഭവം കൂടിയാണ്. ലോകത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മം എന്ന് പറയുന്നത്. ഇന്ന് മുഴുവൻ രാജ്യങ്ങളിലും, ലോകത്തുള്ള ഏകദേശം 212 204 രാജ്യങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കുന്ന ഒരു ഒന്നാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് 25-ാം തീയതി ആഘോഷിക്കുന്നതിനെ കുറിച്ച് ചില തർക്കസംഗതികളുണ്ടായി. അതിപ്പോൾ 25 അന്നത്തെ കാലത്ത് ആരാണ്ട് ഇതെല്ലാം എഴുതി വെച്ചുകൊണ്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഈ അടുത്ത കാലത്തല്ലേ. ഞാൻ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ചിട്ടുണ്ട്. 26/8 എന്നുള്ളത് 28/6 എഴുതിയ സമയങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അന്നത്തെ കാലത്തൊന്നും വിഷയമാണ്. ഇപ്പോഴാണ് ഇതെല്ലാം വളരെ. അപ്പോൾ അത് ഏതെങ്കിലും ദിവസമാണ്. പക്ഷേ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളൊരു സത്യമുണ്ടല്ലോ. അപ്പോൾ 25-ാം തീയതിയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമാണേലും കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് അനേക അനുഭവങ്ങളും തെളിവുകളും നമ്മുടെ ബുദ്ധിയുമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ മുൻപ് തന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ ഒരു ക്രിസ്തു മതത്തിൽ കെട്ടിയിടേണ്ടത് ഒരാളല്ലല്ലോ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ നേതാവായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരാളല്ല യേശു എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ലോകത്തിന് ഉപ്പാകുന്നു. ഇപ്പം നമുക്കറിയാം, മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിൽ 12 വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു പുഷ്പ അല്ലെങ്കിൽ പൂക്കൾ പിടിയുന്ന ഒരു സമയമുണ്ട്. എല്ലാ 12 വർഷം കഴിയുമ്പോഴും അത് ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒത്തുചേരലിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളിലാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നീലക്കുറിഞ്ഞി കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോറിനേഴ്സ് ഉൾപ്പെടെ അനേകർ വരുന്നതിന് കാരണം അത് മൂന്നാറിന് സ്വന്തമായതല്ല. മൂന്നാറിൽ വിരിഞ്ഞെങ്കിലും അത് മൂന്നാറിന് സ്വന്തമല്ല, മുഴുവൻ ലോകത്തിനും വേണ്ടി ദൈവം ആസ്വദിക്കാൻ അല്ലെങ്കിൽ അതിനെ അനുഭവിപ്പാൻ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്തിൽ അളവില്ലാത്ത ടൂറിസ്റ്റുകൾ പല രാജ്യങ്ങളിൽ വരുന്നു. അവരെന്താണ് ഇവിടെ കാണുന്നത്? അതിൻ്റെ ഭംഗി, അതിൽ നിന്നുണ്ടാകുന്ന സായുജ്യം, നിർവൃതി, ഇത് ആസ്വദിച്ചിട്ട് ഒരു പോവുകയാണ്. അപ്പോൾ കർത്താവായ യേശു എന്ന് പറയുന്നൊരു മതത്തിൻ്റെ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ തലവനായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. യേശു അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ യേശു അത് യഹൂദ മതം തിരഞ്ഞെടുത്തേനെ. കാരണം യഹൂദയിൽ നിന്നാണല്ലോ യേശു ജനിച്ചത്. നമുക്കറിയാം, ഇസ്രായേലിൽ ബെത്ലഹേം എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് യഹൂദയിലെ ബെത്ലഹേം, ഗലീലയിലെ ബെത്ലഹേം. അപ്പോൾ ഇതിൽ യഹൂദയിലെ ബെത്ലഹേമിലാണ് യേശു ജനിച്ചത്. ആ യേശു ജനിക്കുക എന്നുള്ളതിന് പ്രവചന പുസ്തകങ്ങളിൽ പലയിടത്തും പറയും. മീഖായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ 2-ൽ നീയോ ബെത്ലഹേം എഫ്രാത്ത, എഫ്രാത്ത എന്ന് പറയുന്ന യഹൂദയ ദേശത്തിൽപ്പെടുന്ന ആ എഫ്രാത്തയിൽ നിന്നാണ്, അവിടെയുള്ള ബെത്ലഹേമിലാണ് യേശു ജനിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത്. വായിക്കാം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായിരുന്നു. അപ്പൊ അതൊരു പ്രവചനമാണ്. ഏകദേശം യേശു ക്രിസ്തു ജനിക്കുന്നതിന് 530 വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് 530 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്.
പഴയ നിയമ പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം 39 പുസ്തകങ്ങളുണ്ട്. അത് കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഒരു കർദിനാൾ, കത്തോലിക്ക കർദിനാളാണ് അത് വാക്യങ്ങളും അധ്യായങ്ങളുമായിട്ട് വേർതിരിച്ചത്. അങ്ങനെ യെശയ്യാപ്രവചനം ഒരു പുസ്തകം പോലെ നമുക്ക് വായിച്ചു തീർക്കാം. ഉൽപ്പത്തി പുസ്തകം ഒരു പുസ്തകം പോലെ, അങ്ങനെ ഓരോന്നൊരു പുസ്തകം പോലെ വായിച്ചു തീർക്കുന്നത് മനുഷ്യന്റെ വായനയ്ക്ക് സഹായമായിട്ട് വേണ്ടിയാണ് നോക്കുന്നത്. ഒരു കർദിനാളാണ്, ഒരു കത്തോലിക്ക കർദിനാളാണത് അധ്യായമായിട്ടും വാക്യമായിട്ടും വേർതിരിച്ച് നമുക്ക് സഹായമായിട്ട് തന്നതാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എമൗസിലേക്ക് പോയതായ ശിഷ്യന്മാരോട് യേശു പറയുന്നില്ലയോ, ആ മന്ദബുദ്ധികളെ, ഇത് ഗ്രഹിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികൾ എന്നാണ് ആ ശിഷ്യന്മാരെ വിളിച്ചത്. കാരണം അത്രയുള്ള അനുഭവങ്ങൾ യേശു കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശു മരിച്ചപ്പോൾ അവർ നിസ്സഹായരായി തീർന്നു. അപ്പോൾ അവരോട് യേശു പറയുന്നത് എന്താ? മോശയുടെയും പൈസയും 24-ാം അധ്യായം വായിക്കാം. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സമയമില്ലാതെ ഞാൻ വിളിച്ച് പറഞ്ഞു പോവാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം പറയുന്നു, ഒരു സ്ത്രീയിൽ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പൊ ആ സ്ത്രീയിൽ സന്തതി എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സ്ത്രീയിൽ സന്തതി പിന്നീട് കാലസമ്പൂർണ്ണത, ഗലാത്യർ 3:14 വായിക്കുമ്പോൾ കാലസമ്പൂർണ്ണതയിൽ വന്നപ്പോൾ സ്ത്രീയിൽ സന്തതിയായി ജനിച്ചു. ആ സ്ത്രീ ഒരു സ്ത്രീയല്ല. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. നോക്കണം, അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ കന്യക ഗർഭിണിയായിട്ട് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പുരുഷനറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും ഉണ്ടായ വിശുദ്ധ പ്രജ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, 2-ാം അധ്യായത്തിൽ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ യേശു യെരുശലേമിലേക്ക് രാജാവായി, അല്ലെങ്കിൽ രാജാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് യെരുശലേമിൽ പ്രവേശിക്കുന്ന കാഴ്ച പറഞ്ഞു. 9:9 വായിച്ച്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നോക്കണം, അപ്പോൾ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ ദാവീദ് ഗോത്രത്തിൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ച് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. മുളയ്ക്കുന്നവൻ നസ്രായൻ, കേട്ടില്ലേ? യേശുവിനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. നസ്രായൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുളച്ച് തഴച്ച് വളരുന്നവെന്നാണ് എൻ്റെ അർത്ഥം. നസ്രായത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നസ്രായ എന്നുള്ള പേരിന്റെ യഥാർത്ഥ അർത്ഥം അത് മുളയ്ക്കുകയും തളർക്കുകയും തഴച്ച് വളരുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് ഈ മുള എന്നുള്ളതിൽ നസ്രായ എന്നുള്ള വാക്കിൽ കൊടുക്കുന്ന രീതിയിലർത്ഥം. അപ്പോൾ അങ്ങനെ യേശു എന്ത് ചെയ്തു? ഈശായുടെ കുറ്റിയിൽ നിന്ന്, അതായത് ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിലോ മത്തായിയുടെ സുവിശേഷത്തിലോ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന് പറയുന്നു, ദാവീദിന്റെ വംശാവലിയെ കുറിച്ച് വായിക്കുമ്പോൾ 3 തലമുറകളെയായിട്ട്, അല്ലെങ്കിൽ 3 ഘട്ടമായിട്ടുള്ള പറയുന്നുണ്ട്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 വർഷം, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 വർഷം, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14 വർഷം എന്ന് പറയുന്നു. 14 തലമുറ, വർഷമല്ല, 14 തലമുറ എന്ന് പറയുന്നത്. വായിച്ച് 17-ാം വാക്യം. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെയും 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകും. ഒരു ഹൈന്ദവ സ്ത്രീ, ഒരു സാധാരണക്കാരിയല്ല, ഒരു ഉയർന്ന സ്ഥാനത്തെത്തിക്കുന്ന ഒരു ബേഡോൻ ഫാമിലിയിൽപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കൽ ഞാൻ സംസാരിച്ചവരോട് പറഞ്ഞു, ഞാൻ ബൈബിൾ വിശ്വസിക്കാൻ കാരണം ഇതിന് വംശാവലിയാണ്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയും വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വായിച്ച് യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വംശാവലിയും ദിവസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞ്
അവസാനം വരെയും യേശുക്രിസ്തുവിന് ശേഷം 100 വർഷത്തെ ചരിത്രം വരെയും പുതിയ നിയമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നും തെറ്റില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിരിക്കുന്ന ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ളതായ സ്ഥലങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് സത്യമാണ്. അങ്ങനെയാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചെന്ന് ഒരിക്കലും ഒരു ഹൈന്ദവ സ്ത്രീയോട് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പ്രവചനങ്ങളിൽ മലാക്കിയുടെ പുസ്തകം വരെയുണ്ട്. വായിച്ച അവസാനം വായിക്കുമ്പോൾ നീതിയിൽ സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 30 മുതൽ 4-ന്റെ 2-ാം വാക്യം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ചിറകെന്ന് പറഞ്ഞ വാഗ്ദത്തമാണ്. ചിറകുകളെന്ന് പറഞ്ഞ വാഗ്ദത്തം കാണിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് ജനിച്ചു അല്ലെങ്കിൽ വരുന്നവരായ ക്രിസ്തു. അതുപോലെ ഹൈന്ദവ വേദങ്ങളിൽ കാലടി ശങ്കരാചാര്യർ കേട്ടിട്ടുണ്ടോ? ഹൈന്ദവ മതത്തിൽ ഏറ്റവും പ്രഗത്ഭനും അറിവുള്ളവനും തത്വചിന്തകനുമായിരുന്ന ശങ്കരാചാര്യർ കാലടി. ഇപ്പോൾ അദ്ദേഹത്തിന് സ്മാരകമൊക്കെ നമ്മുടെ കാലടിയിലുണ്ട്. അപ്പം അദ്ദേഹമാണ് ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ ഒരു പുതിയ ഉണർവുണ്ടാക്കി കൊടുത്തത്. തൻ്റെ കാഴ്ചപ്പാടിൽ താൻ പറയുണ്ടായി, ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ബന്ധപ്പെടുന്ന അഹം ബ്രഹ്മസി അല്ലെങ്കിൽ തത്വമസി. ശബരിമല ചെന്നാൽ അവിടെ തത്വമസി എന്ന് എഴുതിയിട്ടുണ്ട്. അഹം ബ്രഹ്മാശ്രീ, അതായത് ദൈവത്തിലേക്ക് നാം ലയിച്ചു ചേരുന്നു, ദൈവത്തെ പോലെ, അതായത് നാം തന്നെ ദൈവിക അംശങ്ങളിലേക്ക് മാറുന്നു. നീ തന്നെയാണ് യഥാർത്ഥ ദൈവികത്തിന്റെ അംശം എന്നുള്ള ഒരു പദമാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ദൈവത്തോട് അഫിലിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന, അതാണ് യേശുക്രിസ്തു പറഞ്ഞ ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് അറിയും. അവിടെ ഓംകാർ അല്ലെങ്കിൽ ഓം എന്ന് പറയുന്ന ഹൈന്ദവ സിംബൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൃഷ്ടി സ്ഥിതി സംഹാരം, അതിനവർക്ക് ബ്രഹ്മ വിഷ്ണു മഹേശൻ എന്നുള്ള 3 പേര് അറിയപ്പെടുന്നുണ്ട്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടിക്കുന്നവൻ ദൈവം, നിലനിർത്തുന്ന ദൈവം, സംഹരിക്കുന്നവൻ പറയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ സകല സത്യത്തിൽ തീർന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ ഇന്ന് ഭാരത സംസ്കാരത്തിൽ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വളരെ വിശേഷിക്കപ്പെട്ടൊരു പാരമ്പര്യം ഇവിടെയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അതിനോടനുബന്ധിച്ച് ആണ് പിന്നീട് മഹർഷിമാരും ഗുരുമാരൊക്കെയും ഇതിനെ ചകഞ്ഞെടുത്തത്. അങ്ങനെയാണ് വേദങ്ങളിൽ 4 വേദങ്ങൾ, ഋഗ്, യജ, സാമ, അഥർവം, ഈ വേദങ്ങളെല്ലാം അന്തർലീനമായി കിടക്കുന്ന ഒരു രക്ഷകനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ, കന്യകാസുന്ദരേ നമഃ, ബ്രഹ്മപുത്രായ നമഃ, പിന്നെ പഞ്ചകായക നമഃ, ദക്ഷിണാമൂർത്തിയെ നമഃ. ഇതൊക്കെ പഞ്ചകായക എന്ന് പറഞ്ഞാൽ 5 കായകളോട് മരിക്കുന്നവൻ, അവൻ മരത്തിൽ തൂക്കുമെന്ന് പറയുന്നുണ്ട്, വീണ്ടും ഉയർക്കുമെന്ന് പറയുന്നുണ്ട്, അവൻ അഗ്നിയായി വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ സഹസ്രനാമങ്ങളിൽ ഈ പറഞ്ഞ അറിവോടുകൂടി നമുക്കറിയാവുന്ന ക്രിസ്തീയ മതങ്ങൾ പോലും ഇത്രയും തെളിവായിട്ട് വേദപുസ്തകം വ്യാഖ്യാനിച്ച് കൊടുത്തിട്ട് പോലും 3-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം പേഗൻ സംസ്കാരങ്ങൾ, പ്രാകൃത അനുഭവങ്ങളാണ് ക്രിസ്തീയ മതത്തിൽ കയറിയത്. അപ്പോൾ ഹൈന്ദവ മതത്തിൽ അതിന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അവരുടെ അന്നത്തെ അറിവിൽ അത്രയും വ്യക്തത കിട്ടിയല്ലോ. അപ്പം അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ഇതിൽ പറയുന്നുണ്ടല്ലോ, എന്താ അസതോമ സദ്ഗമയ, പൃഥ്വിയോമ അമൃതഗമയ, തമസോമ ജ്യോതിർഗമയ. അത് കൃത്യമായിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരുന്നുണ്ട്. അസതോമ, യേശു പറഞ്ഞു ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകും, എന്നിൽ വിശ്വസിക്കുന്നവൻ. അപ്പം അടുത്തത് പറയും തമസോമ, ഇരുട്ടിൽ നിന്ന് എന്റെ വെളിച്ചത്തിൽ. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യേശു എന്ന് പറയുന്ന ഒരു മോണിമെന്റിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനെ നമ്മൾ കാണുന്നത് വചനം ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 വായിക്കുമ്പോൾ വചനമാണ് ജഡമായി തീർന്നത്. ആ വചനമാണ് ഉപനിഷത്തുകളിലും ഈ പറഞ്ഞ ഇതിലെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഹൈന്ദവ വേദങ്ങൾ പോലും ഈ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നു. മഹർഷിമാർ അതുകൊണ്ട് അതിൻ്റെ ഒരു സിംബോളിക്കലാണ് യേശു ക്രിസ്തുവിന് ജനശേഷം മഹാബലി എന്നുള്ളതായ ഒരു പാരമ്പര്യ കഥ. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി മനുഷ്യവർഗത്തിന്റെ സകല പാപങ്ങളെയും ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു പാതാളത്തിലേക്ക് അതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. മഹാബലി എന്ന് പറയുന്ന ഒരാളോട് ജീവിച്ചിരുന്നു ഇല്ല, അതൊരു സങ്കല്പം. അപ്പൊ ഇങ്ങനെയുള്ളതായ കോൺസെപ്റ്റിൽ നിന്ന് ചില സങ്കല്പങ്ങൾ എടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ അയ്യപ്പൻ തത്വമസി. അപ്പൊ ആ തത്വമസി എന്ന് അവിടെ ചെന്ന് ഓരോ സ്വാമിമാരും പറഞ്ഞു നീ തന്നെയാണ് സ്വാമി, അവിടെ ഇരിക്കുന്ന ആളല്ല, നീയും സ്വാമിയാണ്. അതിനൊരു പ്രതീകമായിട്ടൊരു അയ്യപ്പന്റെ ഫോട്ടോ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇതിന്റെ എല്ലാം അന്തർലീനമായി കിടക്കുന്ന കാര്യം
യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പം ഇത് നമ്മൾ പറയണം. നമ്മളും ആ മച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളും അതുപോലെ പറയാൻ ബാധ്യതരായി തീരണം. ഞാൻ തന്നെ വഴിയും സത്യം. അപ്പം നിന്നെ കണ്ടുകൊണ്ട് ഒരു വഴിയിലേക്ക് വരണം, സത്യത്തിലേക്ക് വരണം. അല്ല എന്ന് യേശു യേശു എന്ന് വിളിച്ചിങ്ങനെ കാര്യസാധനയോട് വിളിക്കുന്നവർ യേശു ശപിച്ചു കളയുകയാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാണ്. കാരണം ഇവർ പഠിക്കത്തില്ല. ഇവരിങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി രോഗസൗഖ്യം പ്രാപിക്കാനും വീട്ടുകാര്യം നടത്താനും പിള്ളേരെ പഠിപ്പിക്കാനും കൊച്ചുങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ്. അപ്പം അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതല്ല യേശു. നമ്മൾ ആ ദൈവിക പദ്ധതിയിലേക്ക് എത്തണം. ആവശ്യം ചോദ്യപ്പെരുന്നാൾ കിട്ടുമെന്ന് പറഞ്ഞ പോലെ അരി തരണം, സാമാനം തരണം, അല്ലെങ്കിൽ ഇതല്ല വിഷയം, അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടണം, ഇതൊന്നും അല്ല. ആരെ പോരാകണം? നീലക്കുറിഞ്ഞിയിൽ കാണുന്ന ആ സ്വഭാവം, ആ സായുജ്യം, അതുപോലെ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരായി തീരുക എന്നുള്ളതാണ്. അല്ല മതം ചേരുക എന്നുള്ളതല്ല. ഒരു മതം ഉണ്ടാക്കിയിട്ട് കുറേ പേരെ വാഴിക്കാനല്ല. അല്ല TPM എന്ന് പറഞ്ഞാൽ കുറേ വിലക്കാരെ വാഴിച്ചുകൊണ്ട് നടക്കുന്ന അരി വലുത്. വിലക്കാരും വിശ്വാസികളും ഒരുപോലെ യേശുവിനെ പോലെ ആയി തീരണം. അതിന് വചനം കൃത്യമായിട്ട് പഠിക്കണം, വചനം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ അവർ യേശുവിനെ പോലെ മാറി. അതാ യേശു പറയുന്നത്, എന്നെ വിശ്വസിക്കാൻ എന്നേക്കാൾ വലിയ പ്രവൃത്തി ചെയ്യും. ഞാൻ ജയിച്ച് എൻ്റെ സിംഹാസനം ഇരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. അല്ലാതെ എന്തു യേശു യേശു എന്നിങ്ങനെ പിച്ചക്കാരെ പോലെ വിളിച്ചു നടക്കുന്നവർ അവസാനം ഒരു ഗതിയും പ്രാപിക്കാൻ പോകുന്നില്ല. പഠിക്കത്തില്ല, അവർ കഷ്ടപ്പെടത്തില്ല, അതിനുവേണ്ടി സമർപ്പണം ചെയ്യത്തില്ല. പിന്നെ കിട്ടുന്നത് ഇങ്ങനെ പിച്ചക്കാരെ പോലെ നന്മ പ്രാപിച്ചുകൊണ്ട് പോകാൻ. അതല്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. യേശു ലോകത്തിൽ വരുമ്പോൾ യേശു തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. യേശു പോകാൻ നേരത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ്. ഞാൻ പോവുകയാണ്, പകരം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകരും വിശ്വാസികളും ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കേണ്ടവരായിരിക്കണം. അവർ ലോകമനുഷ്യരെ പോലെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാനും കള്ളത്തരം പറഞ്ഞ് കാശുണ്ടാക്കാനും പിന്നെ അസൂയപ്പെടക്കൊണ്ട് നടന്നാൽ നീ എങ്ങനെ ക്രിസ്തുവിൻ്റെ അനുകാരിയാകും? അവിടെ ഒരു പരിധിയെങ്കിലും 100% എല്ലാവർക്കും എത്താൻ ഒക്കത്തില്ല. 30, 60, 100 അറ്റ്ലീസ്റ്റ് 30 ഉണ്ടാവല്ലോ. കുറേയെങ്കിലും നന്മകൾ ഉണ്ടാക്കിയെടുക്കട്ടെ. അതിനാണ് നമ്മൾ യേശുവിനെ അല്ല യേശുവിനെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് അവസാനം യേശുവിൻ്റെ മടിയിൽ പോയിരിക്കാന്നുള്ളതല്ല. യേശുവിനെ പോലെ നമ്മളായിത്തീരണം. പാട്ട് കുറച്ചു ദിവസം പാടുന്നില്ലേ, യേശുവിനെ പോലെ ആകുവാൻ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ. അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ലോക ചരിത്രത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട സത്യമാണ്. അതുപോലെ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു പ്രാകൃതരായിരുന്നു. ഇംഗ്ലണ്ട്, ഇത് ലോകത്തിന് സംസ്കാരം പകർന്ന ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ബാർബേറിയൻസിന്റെ ഒരു തലമുറയായിരുന്നു. അങ്ങനെ കുറെ ബാർബേറിയൻസ് ആയുള്ള ഒരു അപരിഷ്കൃതമായ മനുഷ്യർ കുടിയേറിയ ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പിന്നീടാണ് ആംഗ്ലോ സാക്സിന്റെ കാലത്തിൽ കുറെ ഭാഷയെല്ലാം കൊണ്ടുവന്നെടുത്തു. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ ചെന്നെത്തിയതിനു ശേഷമാണ് യൂറോപ്പ് അനുഗ്രഹിക്കപ്പെടാത്തത്. അതിനിപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞൊരു ഇപ്പൊ പേര് തന്നെ നമുക്കറിയാം, യൂറോപ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ്. അതായത് അവരുടെ ചരിത്രം ഇങ്ങനെ പറയുന്നത്, യൂറോപ്പ എന്ന് പറയുന്ന ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ യൂറോപ്പിലുണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീയെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന വീണുപോയ ദൂതൻ, ഈ വീണുപോയ ദൂതന്മാരുടെ പേരിലാണ് ഓരോ ദൈവങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ വീണുപോയ ദൂതന്മാര് അന്ന് ആരംഭകാലങ്ങളിൽ, ഇത് ഞാൻ പറയുന്നതല്ല, ചിലരുടെ അഭിപ്രായങ്ങളാണ്, എനിക്കതിനോട് യോജിക്കാൻ ഒക്കത്തില്ല. കാരണം ബൈബിളിന് നമുക്ക് പൂർണ്ണമായിട്ട് തെളിവ് കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൂതന്മാരെയാണ് സൃഷ്ടിച്ചിരുന്നത്. അതിലൊരു കൂട്ടം വൃന്ദന്മാര് അവരിൽ കൂടെ സന്തതികളെ ജനിപ്പിക്കാമെന്ന് ഒരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ടെന്ന് ഒരു ചിലർ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ദൂതന്മാരെ, മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാരെ ഉണ്ടാക്കി അതിലൊരു കൂട്ടം ദൂതന്മാരിൽ കൂടെ ഈ പറഞ്ഞ പോലെ സന്തതികളെ ജനിപ്പിക്കുക, അതിനുള്ള ആ ശേഷിയിൽ കൊടുത്തിരുന്നത് ഒരു കൂട്ടർ ആളുകൾ യൂറോപ്പിലേക്ക് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് പിന്നീട് ദൈവത്തിൽ നിന്ന് വീഴ്ച സംഭവിച്ചു, നിഗളിച്ച് ലൂസിഫറിന്റെ കൂട്ടിനെ പോലെ തന്നെ, ലൂസിഫറെ പോലെ തന്നെ ഒരു ദൂതന്റെ പേരാണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ അവരിങ്ങനെ യൂറോപ്പിൽ ആരാധിക്കുകയാണ്. അപ്പൊ വീണ്ടുപോയ ദൂതന്മാരിങ്ങനെ ഒരുത്തൻ ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ യൂറോപ്പിൽ ആ കാലഘട്ടങ്ങളിൽ BC-ക്കൊക്കെ അപ്പുറത്ത് മുമ്പ് ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ട് അവൾ ഈ ജൂപ്പിറ്റർ ഈ പറഞ്ഞ ഈ ദൂതനോട് താല്പര്യമില്ലെന്ന് കണ്ടപ്പോൾ അയാൾ ബലാത്കാരമായിട്ട് അവളെ പരസംഗം ചെയ്തതാണെങ്കിൽ ബലാത്കാരം ചെയ്തതാണ് പറയുന്നത്. അങ്ങനെയാണ് അവളുടെ പേരിലാണ് യൂറോപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രാകൃത ആരാധനയിൽ പങ്കുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു യൂറോപ്പ് എന്നൊക്കെ പറയുന്നത്. പിന്നീടാണ് ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ പ്രവേശിക്കാൻ ചെല്ലുന്ന കാലത്താണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. ഇംഗ്ലണ്ടും അത് തന്നെയാണ്. അമേരിക്ക പിന്നെ പോയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഫോർ ഫാദേഴ്സ്, പിൽഗ്രിംസ് ഫാദേഴ്സ് കയറി നല്ല രീതിയിൽ ആരംഭിച്ച ഒരു സംസ്ഥാനമാണ് അമേരിക്ക. എങ്കിലും അമേരിക്കയിലെ പ്രാകൃതരുണ്ടായിരുന്നു, റെഡ് ഇന്ത്യൻസ്.
അവിടെ ഒറിജിനൽ പിതാക്കന്മാരെന്ന് പറയുന്നത് അവിടെ താമസിച്ചിരുന്നവർ. അവർക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അങ്ങനെ യേശുവിനെ കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്ക് പിന്നീട് അതിൽ നിന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു. അയർലൻഡിൽ ഒരു പാട്രിയാർക്ക് എന്ന് പറയുന്ന ഒരു മിഷണറി കുറേ ആളുകളെ മാനസാന്തരപ്പെടുത്തി അവിടെ കൊണ്ടുപോയെങ്കിലും അയർലൻഡിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് അവര് ഒരു കാലത്ത് ഞങ്ങൾ നക്ഷത്ര ദേവനെ വിട്ടുകളയത്തിരുന്നതാണ്. അപ്പം ബൈബിളുണ്ടല്ലോ, ഇസ്രായേൽ ജനം പോലും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം നക്ഷത്ര ദേവനെ ആരാധിച്ചതാണ്. അപ്പം നക്ഷത്രം ഒരു ദേവനായിട്ട് അവർ കണ്ടു. കാരണം നക്ഷത്രം ഇങ്ങനെ ആ കാലത്ത് ഇങ്ങനെ ഈ കുടിയാൻപിന്ന പോലെ ചില നക്ഷത്രമല്ല, ചില ഉൾക്കുകളൊക്കെ കൂടുതൽ കണ്ടപ്പോൾ നക്ഷത്രമാണെന്ന് വിചാരിച്ച് അവർ നക്ഷത്രത്തെ ആരാധിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. തന്നെയല്ല, നക്ഷത്രത്തെക്കുറിച്ച് ബൈബിളിൽ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ അയർലൻഡുകാർ പറഞ്ഞു ഞങ്ങൾ യേശുവിനെയൊക്കെ സ്വീകരിച്ച് മാനസാന്തരം, പക്ഷേ നക്ഷത്രത്തെ ഉപയോഗിക്കാറ് ഈ അറ്റ്ലാന്റിക് യാത്ര എപ്പോഴും ചെയ്യുമ്പോഴും ഈ നക്ഷത്രമാണ് ഞങ്ങൾക്ക് വഴികാട്ടിയായി തന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം പാട്രിയാർക്ക് മെസ്സേജ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ യേശു ക്രിസ്തു ഈ പറഞ്ഞ സംഖ്യാപുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണുമ്പോൾ 17-ാം വാക്യം വായിച്ചേ. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അതുകൊണ്ട് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അപ്പൊ ഈ വാക്യത്തെ ആധാരമാക്കിയിട്ട് നിങ്ങൾ ആരാധിക്കുന്ന നക്ഷത്ര ദേവനാണ് ഈ യേശു ക്രിസ്തു എന്നവരെ മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആരാധിച്ചു. അങ്ങനെയാണ് ഈ നക്ഷത്രം ക്രിസ്മസിന് കെട്ടിത്തൂക്കാൻ ആരംഭിച്ചതിന് ഒരു ചരിത്രം. മറ്റൊരു ചരിത്രം ഈ വാക്യമാണ്. കാരണം യേശു ക്രിസ്തുവിനെ നക്ഷത്രമായിട്ടുള്ള പ്രഖ്യാപിക്കുകയാണ്. വായിച്ചൊന്ന് വീണ്ടും വായിക്കാൻ വാക്യം. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം താരകം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഇതൊരു വാഗ്ദത്തമാണ്. ഇവിടെ മോവാബ്യനായ അല്ലെങ്കിൽ മോവാബ് ദേശത്തിലെ അന്ന് ഇസ്രായേൽ തങ്ങുന്ന സമയത്തിൽ ഒരു ബാലാഖ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ബിലയാം എന്ന് പറയുന്ന പ്രവാചകൻ ബാലാഖ്, മോവാബ് രാജാവായ ബാലാഖിന് വേണ്ടി പ്രവചിക്കാൻ നമുക്ക് കാര്യം പറയാം. അത് ഏകദേശം 1400-500 വർഷത്തിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അപ്പൊ അങ്ങനെ ബാലാഖിന് വേണ്ടി ബിലയാം പ്രവചിക്കുന്ന സമയത്തിൽ പൈസ വാങ്ങിച്ച് പൊന്നും സ്വത്തുമൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവന് വേണ്ടി പ്രവചിക്കാൻ നോക്കിയെങ്കിലും ഇവൻ പ്രവാചകനായിരുന്നു. ആ പ്രവാചകനായിരുന്നെങ്കിൽ അവന്റെ നാവിൽ കൂടെ ദൈവം പ്രവചനം കൊടുത്ത് എഴുതിയ ഭാഗമാണ് 24-ാമത്തെ. അതിലൊന്നാണ് യാക്കോബിൽ ഒരു നക്ഷത്രം ഉദിക്കും. ആ നക്ഷത്രം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതാണ് മറ്റ് ക്രിസ്മസിന് ഈ നക്ഷത്രം തൂക്കാനായിട്ടുള്ള മറ്റൊരു കാരണം. യേശുവിന് നക്ഷത്രമായിട്ട് തന്നെയല്ല, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഉദയ നക്ഷത്രം ഉദിക്കുമെന്ന്. അപ്പൊ വീണ്ടും കഥാവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. ഉദയ നക്ഷത്രം ഇല്ലേ, പാട്ടില്ലേ? ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാ, ഉദയ നക്ഷത്രം വാനിൽ ഉദിച്ചിടാ. അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം വ്യാഖ്യാനിക്കും. ഇതിപ്പോ നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്തിൽ തന്നെ ഇത്രയും അറിവുള്ള പെന്തിക്കോസുകാർ പോലും പലരും എന്തോ ഒരു വിഡിത്തരങ്ങളൊക്കെ ചിലർ വ്യാഖ്യാനിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ അതിശയിച്ചു പോകും. ബൈബിളിലെ സത്യങ്ങള് അവർക്ക് ശരിയായി വ്യാഖ്യാനിക്കാൻ ചിലർക്കറിയത്തില്ല. നമ്മളുടെ പോലും ചിലര് വ്യാഖ്യാനിക്കുന്ന കേട്ടാൽ വളരെ വിചിത്രമായിട്ട് തോന്നും. കാരണം അറിവില്ല, പഠിക്കുന്നില്ല, പിന്നെ എവിടെയെങ്കിലും കേട്ടൊക്കെ പറയുകയാണ്. എത്രയോ സത്യങ്ങളുണ്ട്. ഇപ്പൊ മൽക്കീസദേക്ക്, ബൈബിൾ വ്യക്തമായിട്ട് പഠിച്ചാൽ അറിയാം മൽക്കീസദേക്കിന് പിതാവില്ല. ഉൽപ്പത്തി പുസ്തകം 14 അല്ലെങ്കിൽ എബ്രായർ 7-ാം അധ്യായത്തിൽ അവർ പിതാവില്ല, മാതാവില്ല, വംശാവലില്ല, ജീവാരംഭ ജീവ, ഇത്രയും ഏത് പ്രൈമറി സ്കൂളിലെ പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. പിതാവില്ല, മാതാവില്ല, വംശാവലില്ലാത്ത ലോകത്തിൽ ഒരു മനുഷ്യനില്ല. അപ്പൊ പിന്നെ ത്രിത്വ ദൈവത്തിൽ ഒരാളാണ് പിതാവായ ദൈവം. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ പിതാവല്ല, ദൈവത്തിന്റെ തുല്യം എന്ന് പറയുമ്പോൾ ക്രിസ്തുവല്ല, പിന്നെ ആരാ? പരിശുദ്ധാത്മാവ്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോലും വേണ്ട. പക്ഷേ ഈ പെന്തിക്കോസ് എന്താ പറയുന്നത്? അത് ശാലേമൊരു രാജാവാണ്, അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ബൈബിൾ കോളേജിൽ പഠിത്തമുള്ള ഈ പാർട്ടികള് ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള അറിവില്ലാത്ത, പഠിത്തമില്ലാത്ത, അല്ലെങ്കിൽ ലിറ്ററസി ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുത്തും വായനയില്ലാത്ത, പ്രിന്റിംഗ് ഇല്ലാത്ത കാലത്തിൽ മനുഷ്യൻ ചില കാഴ്ചകൾ കണ്ട് വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടാൻ പോകും. അവരെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ശരിയായ സൂക്ഷ്മതയോടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പഠിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് എല്ലാം തെളിവായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രത്തെ അങ്ങനെ ആരാധിക്കും. ഇനി ഇസ്രായേൽ ഈ പറഞ്ഞ പോലെ ഈ നക്ഷത്രത്തെയാണ് അവർ കരുതിയത്. അതാണ് അവരുടെ ഫ്ലാഗിൽ കാണുന്ന നക്ഷത്രം, യാക്കോബിൽ നിന്നൊരു താരകം.
അപ്പൊ അവരുടെ പ്രത്യാശ വാഗ്ദത്ത മെസ്സിഹ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാഗ്ദത്ത മെസ്സിഹ ഇനി വന്നില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വന്നവൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്രൂശിച്ചില്ലേ. ഇതെന്തുകൊണ്ട്? തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ അവരുടെ കണ്ണുകൾ അടഞ്ഞു പോയി. കാരണം അവർ ധരിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തു വരുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ അവൻ കുതിരപ്പുറത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ സക്കറിയാ പ്രവചനത്തിലുണ്ടല്ലോ, അവൻ കുതിരയുടെ മേൽ വരുമെന്നാണ്. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വെള്ളക്കുതിരപ്പുറത്ത് 19-ാം അധ്യായത്തിൽ പറയുന്നില്ല. ഇതുപോലെ കുതിരപ്പുറത്ത് രാജാവായി സൈന്യസമേതം ഈ ഭൂമിയെ അല്ലെങ്കിൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വരുമെന്നുള്ള ആ കാഴ്ചപ്പാടിൽ ഇരുന്നുകൊണ്ടാണ് ബെത്ലഹേമിൽ ജനിച്ച ആ പശുത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ കാണാൻ അവർ കഴിയാവുന്നത്. നോക്കണം, അവർ കണ്ടു കുരുടാക്കപ്പെട്ടു. അവരുടെ കാഴ്ചപ്പാട് ഇപ്പം മുസ്ലിം ഇസ്ലാമും ഇനി പ്രതീക്ഷിക്കുന്നത് എന്താ? ഇമാം മഹദി കുതിരപ്പുറത്ത് നിങ്ങളെ രക്ഷിക്കും. അവരുപാട് ദജ്ജാൽ എതിർ ക്രിസ്തു ലോകത്തിൽ വരും. ആ എതിർ ക്രിസ്തു എന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്ന കാലത്തിൽ അത് യഹൂദർ വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്തിൽ ഈ പറഞ്ഞ മശിഹായ്ക്ക് വരെ ഒരു ഇമാം മഹദി എന്ന് പറയുന്നത്. എന്നാൽ ഈസാ നബി വന്ന് ഞങ്ങളെ ദജ്ജാലിന്ന് വീണ്ടെടുക്കുക ഇങ്ങനെ കൂട്ടിക്കലർത്തി പറയുന്ന ഒരു മതത്തിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിൽ കാണുന്നത്. അവർ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ശരിക്കും ഗ്രഹിക്കുന്നില്ല. അത് അവർ കുറ്റമല്ല. ഓരോ ആയത്തുകളും ഓരോ ഉപദേശകന്മാരും പറഞ്ഞ് യഥാർത്ഥമായിട്ടുള്ളത് അവർ ഗ്രഹിക്കുന്നില്ല. കുറെ ബൈബിളിൽ നിന്ന്, കുറെ പഴയ നിയമത്തിൽ നിന്ന്, കുറെ പുതിയ നിയമത്തിൽ നിന്ന്, കുറെ ആ ചരിത്രത്തിൽ നിന്ന്, ഇതെല്ലാം വികളിക്കാണ്. എന്നാൽ ഒരു കാര്യം, ഈ 3 മതങ്ങളെ നമ്മൾ പഠിച്ചാൽ, യഹൂദ മതം, ഇസ്ലാം മതം, ക്രിസ്ത്യ മതം, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഈ നക്ഷത്രം ഈ ഒരു വാഗ്ദത്തം എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ മോവാബ് ദേശത്തിലും പേർഷ്യൻ രാജ്യങ്ങളും, ആക്ച്വലി ബിലിയാമിന്റെ സ്വന്തം ദേശം ഈ പേർഷ്യൻ രാജ്യത്തോട് ചേർന്നൊരു സ്ഥലമായിരുന്നു അവിടെ. അതായത് ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഈ കിഴക്കൻ രാജ്യങ്ങളെല്ലാം ഒന്നായി കിടന്നൊരു കാലം ഉണ്ടായിരുന്നു പേർഷ്യൻ രാജാവ് ഭരിച്ച കാലത്തിൽ. അപ്പോൾ ഈ കാലത്തിൽ ഈ ഒരു പ്രവചനം, ബലാക്കിന്റെ പ്രവചനം അവരിങ്ങനെ സൂക്ഷ്മതയോടെ കാത്തിരുന്നു. ഒരു നക്ഷത്രം ഉദിക്കും. അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ അസ്ട്രോണമി ബിരുദന്മാരായിരുന്ന പണ്ഡിതന്മാര് ഈ പ്രത്യേക നക്ഷത്രം ഉദിച്ചപ്പോൾ ഈ ബിലിയാമിന്റെ പ്രവചനങ്ങളെ കേട്ടുകൊണ്ട് ഈ നക്ഷത്രം ഉദിച്ചത് മനസ്സിലായപ്പോൾ രക്ഷകൻ വരുമെന്നുള്ളത് ചെങ്കോൽ എന്ന് പറഞ്ഞാൽ അധികാരി എന്നാണ്. അപ്പോൾ രക്ഷാധികാരി വരുമെന്നുള്ള പ്രത്യാശയോടെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവേശിച്ച് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. അങ്ങനെയാണ് ഈ 3 രാജാക്കന്മാർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇറാനിൽ നിന്നും 3 കൂട്ടർ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ പറഞ്ഞ പോലെ മരുഭൂമിയെല്ലാം താണ്ടി അവർ യെരൂശലേമിൽ വന്നപ്പോൾ അവർ രാജാവിനെ അന്വേഷിച്ചില്ലേ? യഹൂദയിൽ ഇസ്രായേൽ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ അവർക്കൊരു അബദ്ധം പറ്റി. അവർ രാജാവ് അരമനയിലാണ് പിറക്കുമെന്ന് ഇസ്രായേൽ കാത്തിരുന്ന പോലെ ഇവരും എന്ത് ചെയ്തു? ഹെരോദാവിന്റെ അരമനയിൽ ചെന്നു. അയാൾ നടുങ്ങിപ്പോയി. വേറൊരു രാജാവ്, എന്നാൽ അതിനാണ് കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചത്. പക്ഷെ ഈ വിദ്വാൻമാര് അല്ലെങ്കിൽ രാജാക്കന്മാർ അവരെന്ത് ചെയ്തു? യേശുവിനെ ആ ബെത്ലഹേമിൽ ചെന്നു കണ്ടു, അവനെ ആരാധിച്ചു, അവരുടെ കാഴ്ച ദ്രവ്യങ്ങളെല്ലാം അവിടെ അർപ്പിക്കാനിടയായി. അപ്പൊ ഇത് ചരിത്ര സത്യങ്ങളിൽ പോലും ഇന്ന് അതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല ഇനി നമുക്ക് പുറകോട്ട് നോക്കാം. BC-ക്ക് പുറകിൽ പോകുമ്പോൾ സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ. ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ തത്വചിന്തകൾ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനാണ് പ്ലേറ്റോ. അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഡയറി പറയുന്നുണ്ട്, എന്താ, ഈ ഭൂമിയെ നന്നാക്കുവാൻ ഈ ഒരാൾ അവതരിച്ചെങ്കിലും ഒക്കത്തുള്ളൂ. ഇന്നത്തെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ രക്ഷിക്കാൻ ഒരു അവതാരം ഉണ്ടാകും. പക്ഷെ അത് ഗ്രീസിൽ നിന്നല്ല, അത് ഗ്രീക്ക് സംസ്ഥാനങ്ങളിൽ നിന്നല്ല, അത് മധ്യാനാഴി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രവേശിയിൽ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് താൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ ഈ അറിവിനെല്ലാം വ്യത്യാസം വരും, നിയമങ്ങൾക്ക് വ്യത്യാസം വരും എന്ന് ഡയോജനസ് എന്ന് പറയുന്ന തത്വചിന്തകൻ ഇതേപോലെ തന്നെ ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്നു. താൻ കൺഫ്യൂഷ്യസ്, ചൈനയിൽ കൺഫ്യൂഷ്യസ് മതത്തിന്റെ നേതാവായിരുന്നു കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ട്, ആ രക്ഷകൻ ചൈനയിൽ നിന്നല്ല, അത് ഈ പറഞ്ഞ സ്ഥലത്തുനിന്നായിരിക്കും. അവൻ വരുമ്പോൾ ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ ഗതി മാറ്റുമെന്നുള്ളത് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെ പ്രജാപതി യാഗം ഞാൻ പറഞ്ഞില്ലയോ, ഋഗ്വേദത്തിലും അഥർവവേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രജാപതി ഉണ്ടാകും, പാപോഹം പാപകർമ്മോഹം പാപാൽ, ഞങ്ങൾ പാപികളാണ്, യഥായഥാഹ ധർമ്മസി. അപ്പോൾ ഒരു അവതാരം, ഒരു രക്ഷകൻ ഉദയിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇതിൽ പറയാനും ദുഷ്ടന്മാരെ സംഹരിക്കാൻ വേണ്ടിയാണ് അവതാരങ്ങൾ വരുന്നവർ വിശ്വസിച്ചുകൊണ്ടിരുന്നു. തന്നെയല്ല അവർക്കൊരു വെളിപ്പാട്, ഇത് ഹിന്ദുക്കൾക്കൊരു ദർശനം ഉണ്ടായിരുന്നതാണ്.
ആദ്യമായിട്ട് അവരും ഇസ്രായേലിനെ പോലെ ഒരു പിതാവിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവർ ഇസ്രായേൽ അറിഞ്ഞില്ല. ഇവരുണ്ടാക്കിയ ചില ദൈവങ്ങളെ ഗുരുവായൂർ അപ്പ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പൻ എന്നുള്ള സംവിധാനം ഹിന്ദുക്കളുടെ ഇടയിലും ദൈവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ മറഞ്ഞിരുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഈ പുരാതന ചരിത്രങ്ങളെല്ലാം കാണുന്നത് ഈ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നോക്കുമ്പോഴേ നമുക്കറിയാം AD 30-31 കാലത്തിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ അന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നൊട്ടേറിയൽ ക്രിമിനലായിട്ടാണ് അവർ ക്രൂശിച്ചിരിക്കുന്നത്. നോക്കണം, യഹൂദന്മാര് ഞങ്ങളുടെ മശിഹായല്ല, ഇവൻ സ്വയം ദൈവമെന്ന് ഉയർത്തിയ ആ കാപട്യ വഞ്ചകരാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവനാണ്, തള്ളിക്കളഞ്ഞ കല്ല്. റോമൻ ഗവൺമെന്റ് ക്രൂശിച്ചതിന്റെ കാരണം ഇവൻ നൊട്ടേറിയൽ ക്രിമിനലാണെന്നുള്ളത് ഇവരുടെ സാക്ഷി മൂലം. അങ്ങനെ ഏറ്റവും അധാർമികമായ കുറ്റവാളികളെ ആണ് ക്രൂശിക്കുന്നത്, അവരെ ക്രൂശി തറച്ചിടും. അത് ഏറ്റവും വലിയ ശിക്ഷാവിധിയാണ്. അപ്പൊ അങ്ങനെ ക്രൂശിക്കപ്പെട്ട ഒരാളെ ആ ചരിത്രത്തിൽ അന്ന് എല്ലാവരും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ AD 30 കഴിഞ്ഞ് 31 കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളിൽ ഉണർവ് ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ രാജകൊട്ടാരത്തിൽ നിന്ന് വരെ ആൾക്കാർ രക്ഷിക്കപ്പെടാം. നീറോയുടെ ഒരു ഭാര്യ രക്ഷിക്കപ്പെടാൻ നോക്കണം. 2 ഭാര്യമാരൊരുത്തി രക്ഷിക്കപ്പെട്ടു, പേര് ഞാൻ ഓർക്കത്തില്ല. അപ്പം അങ്ങനെ പൗലോസ് അതിനുശേഷം നോക്കണം, ഗ്രീക്ക് ഭാഷകളിൽ നൈപുണ്യം നേടിയിരുന്നായ പൗലോസ് അതിനുശേഷമുള്ള ഗ്രീക്ക് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പൊ പൗലോസിന്റെ മാനസാന്തരത്തോടു കൂടി ആ അഗായ അല്ലെങ്കിൽ ഗ്രീക്ക് ബാസിലോണിയ ആ പ്രദേശങ്ങളിൽ ഏതൻസ് ഇങ്ങനെയുള്ള സ്ഥലം റോമ അല്ലെങ്കിൽ സൈപ്രസ്, കുപ്രോസ് ദ്വീപിനാണ് സൈപ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാൾട്ടാ ദ്വീപ്, മെലീത്ത, ഇന്നത്തെ നമ്മുടെ മെലീത്ത ദ്വീപാണ് ഇന്നത്തെ മാൾട്ടാ ദ്വീപ്. ഇവിടെയെല്ലാം പൗലോസ് കയറി അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാറുണ്ട്. കാരണം തനിക്ക് ഗ്രീക്ക് ഭാഷ അറിയാമായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം ലോകം മുഴുവനും ഭാഷ ഏകീകരിക്കാൻ അലക്സാണ്ടർ ചക്രവർത്തി ശ്രമിച്ചിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശ്രമം കൊണ്ട് മിക്ക രാജ്യങ്ങളും ഇന്ത്യ വരെയും ഈ ഗ്രീക്ക് സംസ്കാരം പുറത്തിക്കൊണ്ടുവന്നു. കാരണം ആ ഗ്രീക്കിലാണ് ബൈബിൾ എഴുതിയത്. അങ്ങനെ ഗ്രീക്കിൽ ബൈബിൾ എഴുതുകയും ഗ്രീക്കിൽ പണ്ഡിതന്മാർ ഒരുപാട് ഉണ്ടാകുകയുണ്ടായി. അവരിങ്ങനെ വളരെ തത്വങ്ങളെ, പുതിയ പുതിയ കാര്യങ്ങളെ അന്വേഷിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പറഞ്ഞ ഗ്രീക്ക്. അതുകൊണ്ടാണ് തിരുവനന്തപുരം പറയുന്നത് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. നോക്കണം, അപ്പം ജ്ഞാനം ഇവിടെ കണ്ടെത്തുന്നുള്ളൊരു ജിജ്ഞാസുള്ളവരായിരുന്നു ഈ ഗ്രീസുകാർ. അപ്പം ആ ഗ്രീക്ക് ഭാഷയാണ് ഇന്നത്തെ ഇംഗ്ലീഷിന് പകരം, ഇംഗ്ലീഷാണ് ലോകത്തിൽ, അതിന് പകരം ഈ ഗ്രീക്ക് ഭാഷയാണ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതുകയും പൗലോസിനെ പോലെ ചിലർ, പൗലോസ്, ബർണബാസ്, ശീലാസ്, ഇവരെല്ലാം ഗ്രീക്ക് ഭാഷ അറിയാവുന്നവരാണ്. തീത്തോസ്, ഇവർക്കെല്ലാം ഈ ഭാഷ അറിയാവുന്നതുകൊണ്ട് അവരിതെല്ലാം ശരിയായിട്ട് സുവിശേഷം കൊണ്ട് അറിയിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ഈ പറഞ്ഞ തുർക്കി, ഇവർ കോൺസ്റ്റന്റിനോപ്പിൾ, പല സ്ഥലങ്ങളെ രാജ്യങ്ങളെല്ലാം സുവിശേഷം അറിയിച്ച് അങ്ങനെയാണ് യൂറോപ്പിലും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം സുവിശേഷം, ബാബിലോൺ ദേശം, പേർഷ്യൻ ദേശം, കംപ്ലീറ്റ് സുവിശേഷത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പൊ അതിന് ഗ്രീക്ക് ഭാഷയിൽ മുഖാന്തരമായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചരിത്രം എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞ റോമൻ ഗവൺമെന്റിലെ റോമൻ ഭരണത്തിൽ കാര്യത്തിലായി AD 51 കാലങ്ങളിൽ ഈ റോമിൽ ഉണ്ടായിരുന്ന ഒരു ടാസിറ്റസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ടാസിറ്റസ് AD 51 അദ്ദേഹം ഒരു ചരിത്ര പുസ്തകം എഴുതി. ഈ അന്നേരമാണ് ഇവരുടെ ഈ ക്രിസ്ത്യാനിത്വം വളർന്നു. ഒരു ഭാഗം ഉപദ്രവമുണ്ടെങ്കിലും വളരെ ശക്തമായി വളരെ അത്ഭുതം അടയാളങ്ങൾ ചെയ്യുകയും രാജകൊട്ടാരത്തിൽ നിന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ മനസ്സാന്തരപ്പെട്ട് വന്നപ്പോൾ ഇതൊരു സാധാരണ കാര്യമല്ലെന്ന് മനസ്സിലാക്കി ഇത് പറഞ്ഞ ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ് റോമൻ ഗവൺമെന്റിൽപ്പെട്ട അദ്ദേഹമാണ് വലിയ ഈ ചരിത്രങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ട്രാജൻ ചക്രവർത്തി റോം ഭരിക്കുന്ന സമയത്തിൽ, ട്രാജന്റെ അറിയപ്പെടുന്ന ഒരു ചക്രവർത്തിയാണ് ട്രാജൻ. ആ ട്രാജൻ ചക്രവർത്തിയുടെ മിഥുന്യ ദേശത്തിൽ ഗവർണറായിരുന്ന പ്ലീനി എന്ന് പറയുന്നത്, യങ് പ്ലീനി, അപ്പനല്ല മകൻ, അവൻ തന്റെ കാലഘട്ടത്തിൽ ഈ ചരിത്രം എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചരിത്രം എഴുതുന്ന സമയത്തിൽ ഈ ട്രാജൻ പറഞ്ഞു, ഈ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്ത്യാനിത്വത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്ത്യാനിത്വത്തെ പറ്റി, ശരിയായ യേശു ക്രിസ്തുവിനെ പറ്റിയും ഈ ക്രിസ്ത്യാനിത്വത്തെ പറ്റി ശരിയായിട്ട് എനിക്ക് റിപ്പോർട്ട് തരണമെന്ന്. അങ്ങനെ യങ് പ്ലീനി AD
63 മുതൽ 113 വരെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. താനെ ആ രാജ്യമെല്ലാം സന്ദർശിച്ച് ക്രിസ്ത്യാനിത്തെ പറ്റി പഠിച്ചു, നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് താൻ എഴുതി കൊടുത്തിട്ട് താൻ പറഞ്ഞു, ഈ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യം, വേൾഡ് ഹിസ്റ്ററി വിത്തൗട്ട് ജീസസ്, അതായത് ലോക ചരിത്രം യേശുക്രിസ്തുവിനെ കൂടാതെ ആണെങ്കിൽ അത് ഇൻകംപ്ലീറ്റഡ് ആണ്. വേൾഡ് ഹിസ്റ്ററി യേശുക്രിസ്തു ഇല്ലാതെ ഒരു ചരിത്രം ഇനി എഴുതാൻ ഒക്കെയില്ലെന്നാണ്. കാരണം യേശുക്രിസ്തു ആണല്ലോ AD എന്നും BC എന്നും വേർതിരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വേൾഡ് ഹിസ്റ്ററി വിത്തൗട്ട് ജീസസ് ഈസ് ഇൻകംപ്ലീറ്റ്. അത് കറക്റ്റാണ്. അന്ന് മുതൽ ലോകത്തിന്റെ ചരിത്രങ്ങൾ കൂടെ മാറ്റിമറിഞ്ഞു. AD എന്ന് പറഞ്ഞാൽ അന്നോൺ ഡോമിനി, രക്ഷകന്റെ വർഷം എന്നാണ് കേട്ടോ. AD BC എന്ന് പറയുമ്പോൾ AD എന്ന് പറഞ്ഞാൽ അന്നോൺ ഡോമിനി, അത് രക്ഷകന്റെ വർഷമാണ്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. അങ്ങനെ ലോക ചരിത്രം തന്നെ രണ്ടാക്കി മാറ്റിയ ചരിത്ര സംഭവമാണ് ക്രിസ്തുവിന്റെ. ഇത് ഈ പറഞ്ഞ പോലെ ടാസിറ്റസ് അല്ലെ പ്ലീനി അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മൂന്നാമത് AD നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച ജോസിഫസ് എന്ന് പറയുന്ന മുഴുവൻ ലോകം അറിയപ്പെട്ട ചരിത്രകാരനാണ്. യഹൂദർ യേശുവിന് ശത്രുവില്ലേ, പക്ഷേ ഈ ഒരു സത്യസന്ധനായ ചരിത്രകാരനായതുകൊണ്ട് ആ ജോസിഫസ് എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങളല്ല, ഇതെല്ലാം അവർ ആ കാലങ്ങളാണ്. നമുക്കറിയാം AD 33 AD 60 എന്നൊക്കെ പറയുന്നത് ഈ സുവിശേഷത്തിന്റെ വ്യാപ്തി, ദൈവരാജ്യം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. പൗലോസിനെ പോലെ അനേകര്, ബർണബാസ്, അങ്ങനെ പലരും മുൻപോട്ട് വന്ന് ഈ രാജ്യത്തെ സ്ഥാപിച്ചുകൊണ്ടിരുന്നു. അപ്പം യേശു ക്രിസ്തുവിന്റെ സുവിശേഷവും രാജ്യവും ഒരു രാജ്യത്തിൽ ഉൾപ്പെടുന്നതല്ല, ഒരു സാമ്രാജ്യത്തിൽ ഉൾപ്പെടുന്നതല്ല. ഞാനിപ്പോൾ നീലക്കുറിഞ്ഞ് 3-4 കാലം സ്വന്തമല്ല, അത് യേശു ലോകരക്ഷകനാണ്. യേശു ക്രിസ്തുവിന്റെ രക്ഷ മുഴുവൻ ലോകത്തിലും, അതാണ് നമുക്കവിടെ. ഇങ്ങനെ ചരിത്ര പുസ്തകങ്ങളെല്ലാം തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുക. വായിച്ച് 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ച്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മുഖത്തുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ. യേശുക്രിസ്തു ലോകത്തിൽ വന്നുകൊണ്ട് ചരിത്രം മാറി, മാത്രം നിയമങ്ങൾ പോലും മാറിപ്പോയി. നമുക്കറിയാം 1862 ഇന്ത്യയിലെ വന്ന ഒരു IPC, ഇന്ത്യൻ പീനൽ കോഡിന്റെ തുല്യനീതി, അതായത് എല്ലാവർക്കും തുല്യനീതി ലഭിക്കണമെന്ന് മാർക്കോള പ്രഭുവിന്റെ കാലത്താണ് പ്രഖ്യാപിച്ചത്. അനേക ബെന്റിക് പ്രഭു, ഡൽഹൌസി പ്രഭു, അങ്ങനെ അനേക പ്രഭുക്കന്മാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യ ഭരിച്ച കൂട്ടത്തിൽ മാർക്കോള പ്രഭുവാണ് 1862 തുല്യനീതി. അതിന് തുല്യനീതി എന്ന് പറഞ്ഞൊരു കാരണം എന്താ? ആ തുല്യനീതി കാലത്തിലാണ് ഈ പറഞ്ഞ പോലെ ക്രിമിനൽ പ്രൊസീജിയർ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർ ജെയിംസ് സ്റ്റീഫൻ കൂടി ചേർന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആ IPC പീനൽ കോഡാണ് ഇപ്പോഴും നിലവിലിരിക്കുന്നത്. എന്താ അങ്ങനെ ഉണ്ടാക്കാൻ കാരണം? അവർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് അനീതികൾ ഉണ്ടായിരുന്നു. ഒന്നാമത് വർണ്ണവിവേചനം. എന്തായിരുന്നു വർണ്ണവിവേചനം? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ തെറ്റ് ചെയ്താൽ അവർ 4 ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. ശിക്ഷയുണ്ട്, പക്ഷെ 4 പോലീസ് സ്റ്റേഷൻ ചെന്നാൽ അവർ കസേരയിട്ട് കൊടുക്കണം, അവരെ ലോക്കപ്പിലിടാൻ പാടില്ല. ഇങ്ങനെയുള്ള പല നിയമങ്ങളുണ്ടായിരുന്നു. ക്ഷത്രിയനാണെങ്കിൽ അവർ 4-2 പകുതി ശിക്ഷ കൊടുക്കാവും. അവനെന്ത് ചെയ്ത് ഈ ലോക്കപ്പിൽ അവളെ നിർത്താം, കസേര കൊടുക്കണം, നിർത്തി ലോക്കപ്പിലിടാൻ പാടില്ല. ഒരു വൈശ്യനാണെങ്കിൽ അവനെ ലോക്കപ്പിലിടാം, പക്ഷെ അവനവിടെ കട്ടിൽ കൊടുത്തിരിക്കണം. എന്നാൽ ശൂദ്രനാണെങ്കിൽ അവൻ്റെ വസ്ത്രം അഴിച്ച് അവനെ ലോകപ്പിലിട്ട് ശിക്ഷിക്കണം. അപ്പോൾ 4 ശിക്ഷ അവർ കിട്ടും. ഇങ്ങനെ തുല്യനീതി ഇല്ലാത്ത, അത് ഇന്ന് ലോകത്തിലുണ്ടല്ലോ, അവനവൻ്റെ പാർട്ടിക്കാര്, അവനവൻ്റെ ദേശക്കാർ, അവൻ്റെ സഭക്കാര്, മതക്കാര്, അവനവൻ്റെ ഇനക്കാർക്കൊക്കെ ഈ പറഞ്ഞ ചില കൺസെപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ തുല്യനീതി പലർത്തും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതായ തുല്യനീതി ഇല്ലാത്ത ഇന്ത്യൻ പീനൽ കോഡ്, അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ IPC സ്ഥാപിച്ച് കൊണ്ടുവന്ന മാർക്കോ പോളയും ജെയിംസ് സ്റ്റീഫൻ ചേർന്നാണ് ഈ നിയമം. ഇതെവിടെ വന്നേ? ഇത് ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായ, അല്ലെങ്കിൽ മോശയുടെ പ്രമാണം മാത്രമല്ല, ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്നാണ്. യേശു ക്രിസ്തുവാണ് തുല്യനീതി. അപ്പോൾ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ ചെന്നപ്പോൾ യേശു എന്ത് ചെയ്തു? നിങ്ങളിൽ പാവമില്ലാത്ത കല്ലെറിയട്ടെ. അപ്പൊ അവരുടെ അകത്ത് പാവം ഇരിക്കുന്നു, ഇവിടെ പുറത്ത് ചെയ്യുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അങ്ങനെ തുല്യനീതിയുടെ വ്യവസ്ഥ ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവാണ്. ദുഷ്ടന്മാരെ സംഭരിക്കുകയും നീതിമാന്മാരെ നിലനിർത്താൻ വേണ്ടി അവതാരങ്ങൾ വന്നെങ്കിലും ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല.
അവർ പറയുന്നില്ല പാപവും പാപകർമ്മവും, ഞങ്ങളുടെ ചിന്ത പാപം, കർമ്മം പാപം, എല്ലാം പാപം. പിന്നെ ആരെ രക്ഷിക്കാൻ? അതുകൊണ്ടാണ് പാപമില്ലാത്തൊരുത്തൻ, പാപമറിയാത്തവൻ ലോകത്തിൽ വന്ന് ദൈവം തന്നെ മനുഷ്യാവതാരം എടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർന്നതിൻ്റെ രഹസ്യം അതാണ്. അങ്ങനെ തുല്യനീതി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭരണഘടന തന്നെ നമുക്കറിയാം. ഇതിപ്പം മോദി ഗവൺമെൻറ് ഉൾപ്പെടെ ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വെസ്റ്റ് മിനിസ്റ്റർ ആക്ട് പ്രകാരം വെസ്റ്റ് മിനിസ്റ്റർ മോഡലാണ് ഇന്നത്തെ ഭരണഘടന. അത് മാറ്റിയെടുക്കണമെന്നാണ് അവർ പറയുന്നത്. കാരണം അത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഭരണഘടനയിൽ തുല്യനീതി ഉണ്ട്. മറ്റു കേരളത്തിൽ പോലും ബ്രാഹ്മണനും സവർണർക്ക് മാത്രമേ ഗവർണർക്ക് സ്ഥാനം. ഒരു ഈഴവൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജാതികളും തള്ളപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഒരു കടയിൽ ചെന്നൊരു ഉപ്പ് പോലും ചോദിക്കാൻ അവകാശമില്ലായിരുന്നു. അവർക്ക് സ്കൂൾ പഠിക്കാനില്ല, വസ്ത്രം ധരിക്കാൻ ഒക്കത്തില്ല, സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ ഒക്കത്തില്ല. അതിനെല്ലാം മാറ്റം വരുത്തിയ ക്രിസ്ത്യൻ മിഷനുമാരാണ്. ക്രിസ്ത്യൻ മിഷനുമാരെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ഫിലോസഫിയാണ്, ക്രിസ്ത്യൻ തിയോളജിയാണ്. ഇത് മറന്നു കളയരുത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഹിന്ദുക്കൾ പോലും, ഈഴവരും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ പോലും കുറേ വിദ്യാഭ്യാസ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനിത്വം തള്ളിപ്പറയുകയും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കാരണം അവർ മറന്നു പോകുന്നു. ഒരു കാലത്ത് അവരെ ഏറ്റവും നികൃഷ്ടരായി തള്ളപ്പെട്ട് പകൽ മുഴുവൻ അന്ത്യോളം വേലയ്ക്ക് ശേഷം ഒരു പിടി നെല്ല് കിട്ടും. അതുകൊണ്ട് കുത്തിയടിച്ച് 2 മണിക്ക് 5 കുടിച്ചിട്ട് പിന്നെ നാളെ വയലിൽ പോകണം. അതെല്ലാം മാറ്റിയെടുത്തത് മിഷണറിമാരാണ്. നോക്കണം, എന്താ കാരണം? ക്രിസ്തുവിൻ്റെ ആ സുവിശേഷമാണ് ഇത് മാറ്റം ഉണ്ടാക്കിയത്. തന്നെയല്ല വസ്ത്രം ധരിപ്പിച്ചത്, മാന്യമായിട്ട് ഒരു സ്കൂളിലെത്തി പഠിപ്പിക്കാൻ പോയത് ഇതെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത് മറന്നു കളയാതെ കേരളത്തിലുള്ള അക്രൈസ്തവർ ഓർത്തോളം നിങ്ങൾക്കെല്ലാം ഇന്ന് ഈ സ്ഥാനത്ത് പഠിപ്പിക്കാനും സ്കൂളുണ്ടാക്കി പള്ളിയും പള്ളിക്കൂടം ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിച്ചതും അമേരിക്കന്മാരും ദൈവമൊക്കെ തന്ന ആ കാലത്ത് പട്ടിണി മാറ്റിയത് ക്രിസ്ത്യൻ മിഷന്മാരും കത്തോലിക്ക സ്ഥാപനങ്ങളൊക്കെയാണെന്നുള്ളത് മറന്നു കളയരുത്. മൂട് മറക്കരുത്. മൂട് മറന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം അവസാനത്തിൽ ന്യായവിധി ഉണ്ടാകുന്നുള്ള സത്യമാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിനെല്ലാം പരിഹാരം യേശുക്രിസ്തു ഉള്ളത്തിൽ വരുമ്പോൾ ജാതി മാറുന്നു, ഭാഷ മാറുന്നു. ഇപ്പം നമ്മളൊക്കെയും ശരിയായി പരിശുദ്ധാത്മാവ് നിറയാമെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ്. എല്ലാം മാറ്റപ്പെടും. ആ അഭിഷേകം കുറയുമ്പോൾ മൂഷ്യാശ്രീ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അറിവുണ്ടാകണം, പരിജ്ഞാനം ഉണ്ടാകണം. ഇത് രണ്ടുമില്ലെങ്കിൽ പെന്തിക്കോസ്തുകാരുടെ ഗതിയും ഇതൊക്കെ തന്നെയാണ്. അവർ കുറെ കഴിയുമ്പോൾ അവരവൻ്റെ തനി സ്വഭാവം അത് ഉയർന്നായാലും താഴ്ന്നായാലും അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ക്രിസ്തു ലോകത്തിൽ വന്നു. ഇനി ക്രിസ്മസിന്റെ ആത്മീയ സന്ദേശം നമുക്ക് ചിന്തിക്കാം. വായിച്ച് ലൂക്കാസിന്റെ സുവിശേഷം 2:12 വായിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് അടയാളം, ഇതാണ് നിങ്ങൾക്ക് അടയാളം, ശീലയിൽ ചുറ്റിക്കിടച്ചിരിക്കുന്ന ഒരു ശിശു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇതാണ് ക്രിസ്മസിന്റെ പ്രധാന സന്ദേശം. ഇതോടെ വായിച്ച് നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പഴയ തുണി എന്നാണ് എന്റെ ട്രാൻസ്ലേഷൻ. ഒരു പുതിയ തുണി പോലും വാങ്ങിക്കാൻ യേശുവിനില്ല. ഞാൻ പറഞ്ഞില്ല, ഇസ്രായേൽ ജനം യേശു രാജകൊട്ടാരത്തിൽ ജനിക്കും, അവൻ രാജാവായി വരും, കുതിരപ്പുറത്ത് എഴുന്നള്ളി ഇസ്രായേലിന് രാജ്യം വീണ്ടെടുത്ത് കൊടുക്കും. അതുകൊണ്ടാണ് പത്രോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കർത്താവേ നീ രാജ്യം യഥാസ്ഥാനപ്പെടുത്തിയപ്പോഴാണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ യേശുവിന് മനസ്സിലായി ഈ പുള്ളികൾക്കൊക്കെ ഇപ്പോഴും സാമ്രാജ്യമോഹമാണ്. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരെയും ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, 3-ാം ദിവസം ഉയർക്കും. പത്രോസിന് സഹിച്ചില്ല. അതൊന്നും പറ്റത്തില്ല, നീ നേരെ പോയി രാജാവായിട്ടെങ്കിൽ ഞാൻ ഹോം മിനിസ്റ്റർ ആകാം. യേശു ഒരു ശാസ്ത്രം പിശാച് എന്ന് ഒരു തട്ടു കൊടുത്തു. അതോടെ അവൻ്റെ വിചാരം പോയി. ഇന്നും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയറി വരും, പെന്തിക്കോസിലെ ശുശ്രൂഷകർ കയറി വരും. വലിയ കസേര കിട്ടണം, സ്ഥാനം കിട്ടണം, സെൻട്രൽ പാസ്റ്റർ ആകണം, മറ്റേ പാസ്റ്റർ ആകണം. പിന്നെ ഇങ്ങനെയുള്ളതായി പിശാച് നമ്മുടെ വേലക്കാരൻ ചിലർ കയറും. വിശ്വാസികൾക്കും സാധാ വിശ്വാസിയായി പോരാ, സ്പെഷ്യൽ ദോശയാണ്. ഏതാ? സാധാ ദോശയുണ്ട്, മസാല ദോശയുണ്ട്, സ്പെഷ്യലുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്. അങ്ങനെ വിശ്വാസികളായി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോലെ ചിലർ വിശ്വാസികളായാലും അതിൽ ഗ്രീഡ് കൂടും. ഞങ്ങളുടെ സഭയുടെ വലിയ പുള്ളികളാണ്, വലിയ കുടുംബക്കാരാണ് എന്നൊക്കെ ചിന്തിച്ച് വിചാരിക്കും. അതൊക്കെ നിങ്ങളപ്പിശാചാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ തന്നിരിക്കുന്ന അടയാളം ഇതാ നിങ്ങൾക്ക് അടയാളം, പഴംതുണിയിൽ ചുറ്റിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അങ്ങനെ പാട്ടുണ്ടല്ലോ, പഴംതുണിയിൽ ചുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ട്. അപ്പോൾ ആ ശിശുവാണ് നമ്മൾ അടയാളം. എന്താണ് ഇതിന്റെ അർത്ഥം? വായിച്ച് നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈ ശിശുവിന്റെ ജനനം യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. വായിച്ച് അവൻ
ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യഹൂദ സംസ്കാരം അനുസരിച്ച് ഒരു യഹൂദ കുടുംബത്തിൽ ഒരു ആദ്യജാതൻ ഒരാണായിട്ട് ജനിച്ചാൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ജനിക്കുന്ന ആദ്യജാതൻ ഒരു ആൺകുട്ടി ആണെങ്കിൽ അവിടെ വലിയ ആഘോഷം ഉണ്ടാകും. ചില ദിവസങ്ങളോളം ഇങ്ങനെ അവിടെ വലിയ ആഘോഷവും വീഞ്ഞു കൊടുക്കുകയും നല്ല സർക്കാരുകൾ കൊടുക്കുകയും പിന്നെ വലിയ കൊയറുകൾ, പാട്ട് സംഘങ്ങളെ വയ്ക്കും. കൊയർ ടീമിനെ വെച്ചുകൊണ്ട് ചില ദിവസങ്ങൾ അവിടെ വലിയ പാട്ടും നൃത്തവും നല്ല ഭക്ഷണവും കൊടുത്തിങ്ങനെ സൽക്കരിക്കും. കാരണം ആൺസന്തതിയല്ലേ ജനിച്ചേ, ആൺസന്തതി ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ചെയ്യും. ഇവിടെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ആദ്യജാതനായിട്ട് ഭൂമിയിൽ വന്ന പിതാവായ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഇവിടെ ആരും മ്യൂസിക് ഇപ്പോൾ പാട്ടിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ തമ്പുരാൻ വിചാരിച്ചു യവന്മാരുടെ മ്യൂസിക് അല്ല, എൻ്റെ ദൂതസംഘത്തെ ഇറക്കാം. അങ്ങനെയാണ് ദൂതസംഘം ഇറങ്ങിയത്. ദൂതസംഘം ഇറങ്ങി പാട്ടുകൾ പാടാൻ തുടങ്ങി. ഇപ്പം ഇസ്രായേലിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് തന്നെ എന്ത് ചെയ്തു? ദൈവം ഒട്ടും മോശമാക്കിയില്ല. തൻ്റെ പുത്രൻ്റെ ജനനത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വന്ന് അവതരിച്ചപ്പോൾ ഈ ആദ്യജാതിന് വേണ്ടി നേരെ കൊയർ പാട്ട് സമൂഹത്തിൽ ദൂതന്മാരുടെ സംഘം വായിച്ച്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. എന്തായിരുന്നു? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനവും മനുഷ്യരിൽ പ്രീതിയുമേ. ഓദിച്ചല്ലോ യാക്കോബിൽ നിന്നൊരു താരകം, ഉയർന്നല്ലോ യൂദായിൻ ചങ്കോ. പാപയിരുൾ നീക്കാൻ ദിവ്യജ്യോതി നൽകാൻ പരപരൻ മനുജനായി. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പിതാവായ ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കി. ഇത് സത്യമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരിക്കൽ കണ്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആരും ഉപദേശം തരാൻ മുറിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു. പെന്തക്കോസ്തുകാർ ഒരുത്തിനെ പോലും എനിക്ക് പരിചയമില്ല, ഒരാൾ പോലും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പൊ സ്നാനത്തിന് ഉപദേശം മനസ്സിലാക്കാൻ വേണ്ടി രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ആഴ്ചയിൽ ഞാൻ എൻ്റെ മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, സ്വപ്നമൊന്നുമല്ല, കണ്ണ് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുക, ദർശനം പോലെ അല്ലെങ്കിൽ കാഴ്ചകളോട് കാണുകയാണ്. എന്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തു ഉയർന്ന മലയിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരു പേടകം, നിറയെ പേടകങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഓരോ പേടകത്തിൽ നിന്ന് ഒരു 50ഓളം ദൂതന്മാര്, സാറാഫികൾ ഇങ്ങനെ കൂട്ടമായി നിന്ന് ആ മല മുഴുവൻ അങ്ങ് നിരന്നതിന് ശേഷം ഇവർ മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്തു, പാട്ട് ആരംഭിച്ചു. ഇതൊക്കെ എത്തുമെന്നും നമുക്ക് ഒന്നും പറയാനൊക്കാത്തൊരു അത്ഭുതമായ ഒരു സംഗീത വീര്യം നമ്മൾ ഒരുക്കി. അപ്പം ഞാനൊരു ചതുപ്പ് നിലത്തിൽ ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാട് പ്രദേശത്തിൽ നെൽകൃഷി കഴിഞ്ഞ് ഈ കച്ചിയെല്ലാം ചീഞ്ഞ് ചെളിക്കകത്ത് കിടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ നോക്കി കർത്താവ് പറഞ്ഞു, നീ ഇവിടെ വന്ന് എൻ്റെ കൂടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ അന്നത്തെ അറിവ് പുണ്യാളന്മാരും വിശുദ്ധന്മാരും ഒക്കെയാണ് ദൈവത്തിൽ വസിക്കുന്നത്. അപ്പോൾ ഞാൻ മതി, കർത്താവ് എനിക്കെന്തോ യോഗ്യത. കർത്താവ് തിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ സ്ഥാനത്താക്കും. പ്രിയരെ, ഞാനത് വിശ്വസിച്ചു, ഇപ്പോഴും വിശ്വസിക്കുന്നു, നാളെ വിശ്വസിക്കും. വേറെ ഒരു യോഗ്യതയല്ല. ഞാൻ നിന്നെ ഈ സ്ഥാനത്താക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. അതാണ് എൻ്റെ നന്മയെന്ന് പറയും. ആ വിശ്വാസം ദൈവം ഇതുവരെ നടത്തി. നാളെയും തന്നോടുകൂടെ ആ ഉയർന്ന മലയിൽ തന്നോടുകൂടി ഇരുത്തുന്നത് താൻ വാക്ക് പറഞ്ഞതുകൊണ്ട് അത് നടക്കും. ഞാനും അതിന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് കുഴപ്പമില്ലല്ലോ. യേശു പറഞ്ഞ വാക്ക് നിവർത്തിക്കാൻ ഞാനും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദൂതന്മാരുടെ സംഘം ഇനി കട്ടപ്പന ഫെയ്ത്വം നമ്മൾ എടുക്കുന്നതിന് മുമ്പേ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ കിടന്നതാണ്. ആ കട്ടപ്പന ഫെയ്ത്വം സ്വർണ്ണ വ്യാപാരിയുടെ ഇരിക്കുമ്പോൾ താനെ വേറൊരു ഷോറൂം തുടങ്ങി. ഈ ഷോറൂമിൻ്റെ കണക്ക് കാണിക്കാൻ ഇൻകം ടാക്സുകാർ വന്നപ്പോൾ കണക്ക് കാണിക്കാനില്ല. അയാൾ പറഞ്ഞു കണക്കിന് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ താൻ ഉദ്ദേശിച്ച ഏലത്തോട്ടം വിൽക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി തൻ്റെ മൂക്കിന് താഴെയുള്ള ഈ ഒരേക്കർ സ്ഥലം വിൽക്കാൻ പ്ലാനിട്ടു. ഒരു കത്തോലിക്ക ഒരു കുട്ടിച്ചായിരുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി നമ്മുടെ പെർമിഷൻ കൂടാതെ അഡ്വാൻസ് കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരൻ നമ്മുടെ വിശ്വാസിയാണ്. ആ വിശ്വാസി ഒരിക്കൽ പറഞ്ഞു, കട്ടപ്പന ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, 10 സെൻറ്റ്. ഈ മനുഷ്യൻ ഈ ഒരേക്കർ സ്ഥലത്തിന് 50,000 രൂപ എടുത്ത് അഡ്വാൻസ് കൊടുത്തു. നമ്മുടെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ ഞെട്ടിപ്പോയി. 2 ലക്ഷം രൂപ വേണം. സ്വപ്നം പോലും കാണാൻ ഒക്കത്തില്ല. അവസാനം ഈ കുട്ടിച്ചേട്ടൻ തന്നെ
മദ്രാസിലേക്ക് വിളിച്ചത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അപ്പോൾ ഭാഷ വിജി സാബിനെ ഒന്ന് കളയണ്ട, നമുക്ക് വാങ്ങിക്കാം. അങ്ങനെയാണ്. അപ്പം ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് മുൻപ് ഈ സ്ഥലം വാങ്ങിച്ച് കുട്ടിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ നമ്മുടെ പെയ്ത്തോട് നേരെ ഓപ്പോസിറ്റ് കാണുക, അവരൊരു ദർശനം കണ്ടു. വാങ്ങിക്കുന്നതിന് 1 മാസം മുമ്പാണ്. സ്വപ്നം കണ്ടു, ഈ ഇടവന്തിക്ക് എന്ന് പറഞ്ഞ ഈ ഗോൾഡ് സ്മിത്ത് ഒരു തട്ടാന്മാരാണ്. ആ ഗോൾഡ് സ്മിത്തിൻ്റെ പറമ്പിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വലിയ സംഘം ഇറങ്ങി അവിടെ പാട്ട് പ്രാർത്ഥനയും ഭയങ്കര ആരാധന നടക്കുന്ന സ്വപ്നം കണ്ടത്. വെളുപ്പിനെ 3 മണിക്ക് ഈ അമ്മ തൻ്റെ മക്കളെ വിളിച്ചു. 3 ആൺമക്കളാണ്. എഴുന്നേറ, ഞാനൊരു ദർശനം കണ്ടു, ഈ ഇലവന്തിക്കൻ്റെ പറമ്പിൽ ദൂതന്മാരെല്ലാം ഇറങ്ങി ഇങ്ങനെ ആരാധിക്കുന്നു, ഭയങ്കര കാഴ്ചയായിരുന്നു. പിള്ളേർ 3 മണിക്ക് ഉറക്കമല്ലേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികളില്ലാഞ്ഞിട്ടാണോ യേശു ക്രിസ്തു ഈ ഹിന്ദു മനുഷ്യൻ്റെ തട്ടാൻ്റെ വീട്ടിൽ പറമ്പിൽ ഇറങ്ങുന്നു ചോദിച്ചുകൊണ്ട് കളിയാക്കിയിട്ടൊക്കെ കിടന്നു തുടങ്ങി. പക്ഷേ 1 മാസം കഴിയുന്നതിന് മുമ്പേ ആ സ്ഥലം വാങ്ങിച്ചു. നമ്മളൊരു ക്യാമ്പ് അവിടെ ക്രമീകരിച്ചു. ആ ക്യാമ്പിൽ നമുക്കറിയാം വെള്ളവസ്ത്രം എല്ലാവരും ധരിക്കുന്നത്. വേലക്കാർ വിശ്വാസം വലിയ സമൂഹം മുഴുവൻ ആ പ്രദേശം മുഴുവൻ നിറഞ്ഞ് ആരാധിച്ചപ്പോൾ ഈ അമ്മ വന്ന് കണ്ട ദർശനം നിറവേറി. ആ മീറ്റിങ്ങിന്, ആ കൺവെൻഷന് അവരുടെ പറമ്പിൽ നിന്നാണ് അടയ്ക്കാമലും സാധനമെല്ലാം വെട്ടി അവരുടെ പാത്രം കൊടുത്താണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയത്. അവരുടെ പശുവിൻ്റെ പാലാണ് അന്നത്തെ ചായ കൊടുത്തത്. മരിക്കുന്നിടം വരെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഇപ്പോഴും നമ്മുടെ കാർ പാർക്കിംഗ് എല്ലാം അവരുടെ പറമ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്ര സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കറിയാം. പക്ഷെ അത് മറന്നു പോകരുത്. വിശ്വാസികളായ നമ്മൾ, ക്രിസ്ത്യാനികളായ നമ്മൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ക്രിസ്തു മതക്കാർ നക്ഷത്രം നോക്കി വെള്ളമടിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് പോകുന്നതല്ല, അതോടെ തീരും. നമുക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ അനുഭവങ്ങളാണ് യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. നക്ഷത്രങ്ങളെ പോലെ നമ്മൾ പ്രകാശിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതിന് നമുക്ക് തന്നിരിക്കുന്ന അടയാളം എന്താ? ശീലകളിൽ വായിച്ചു. നിങ്ങൾക്ക് അടയാളമോ? ശീലകളെ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയും. അരമനയിൽ താമസിക്കാൻ ദൈവത്തിന് സാധിക്കാഞ്ഞിട്ടല്ല, അതാണ് അവന്റെ ഹ്യൂമിലിറ്റി, താഴ്മ. അപ്പൊ ആ താഴ്മയിലാണ് ഈ അനുഭവത്തിൽ നമ്മൾ വളരേണ്ടത്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റനോട് പഠിപ്പില്ല. അപ്പൊ ആ താഴ്മയുടെ അനുഭവം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ അടയാളം ഇത് മാത്രമാണ് നമുക്കൊരു അടയാളം തന്നിരിക്കുന്നത്. ഇനിയൊരു അടയാളമുണ്ട്, അത് വരാൻ പോകുന്ന കാലം. അതാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം. ആരാ? അവിടെ ഒരു ആൺകുട്ടി. നോക്കണം, 12-ാം അധ്യായത്തിന്റെ 1-5 വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. 5-ാം വാക്യം വായിക്കാം. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. എന്തുകൊണ്ട് ആൺകുട്ടി എന്ന് പറയുന്നത്? നിങ്ങൾ തിരിഞ്ഞ് മത്തായി സുവിശേഷം 14 വായിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് വലിയ ആളുകളായിട്ട് തീകരുത്. വലിയ പാസ്റ്റർമാരായിട്ട് ഇങ്ങനെ കുടകളും വെച്ച് നെഞ്ചു തള്ളി നടക്കാൻ പോരുത്. മൂപ്പന്മാരായിട്ട് പോരുത്. പിന്നെ മദറപ്പച്ചിമാരായിട്ട് ചെയ്യാൻ പോരുത്. വിശ്വാസികൾ, വലിയ വിശ്വാസികൾ സ്പെഷ്യൽ ദോശയൊന്നും ആകാൻ പോകണ്ട. താഴ്മയോട് ലക്ഷ്യത്തിൽ നേടുന്നതോടെ പോലെ താഴ്മയോടും ഭയത്തോടും ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അതാണ് കർത്താവ് മീഖയുടെ പുസ്തകം 5:8 വായിക്കുമ്പോൾ എന്ന് പറയുന്നു. വായിച്ചേ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. നോക്കുക, സദൃശവാക്യം 22:4 വായിച്ച്. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം വായിക്കാം. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അതെല്ലാം കിട്ടും. ധനവും കിട്ടും, മാനവും കിട്ടും, ജീവനും കിട്ടും. ലോകത്തിലോ ധനം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കുറെ നാളത്തേക്ക് മാനം കിട്ടും, പക്ഷെ നിത്യജീവൻ ഉണ്ടാകത്തില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനത്തോടു കൂടി പല ഗുണങ്ങളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ താഴ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു. അതുകൊണ്ടാണ് മീഖ 5:8 വായിക്കുമ്പോൾ മനുഷ്യ നല്ലതെന്ന് അവൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപനായിരിക്കാനും വായിച്ചു. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്ന യഹോവ നിന്നോട് ചോദിക്കും. ദൈവം നമുക്ക് നല്ല മാതൃക, പത്രോസ് പറയുന്ന നല്ലൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ക്രിസ്തു കാണിച്ച മാതൃകയാണ്. അല്ലാതെ ക്രിസ്തു മതം ഉണ്ടാക്കാനും കുറെ പെന്തിക്കോസുകാരെ ഉണ്ടാക്കി ഇങ്ങനെ ദേശത്ത് വെള്ളം ഉണ്ടാക്കാനൊന്നുമല്ല. അതൊക്കെ നടന്നോട്ടെ. അതിനുപരി ആ താഴ്മയും സ്വഭാവവും ധരിച്ച് കർത്താവിനെ പോലെ നമ്മളായിത്തീരുക, ലോകത്തിന്റെ വെളിച്ചമായി തീരുക.
നാം മരിച്ചാലും ജീവിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് സാക്ഷികളായി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകും. ഇതാ നിങ്ങൾക്ക് അടയാളം. വീണ്ടും വായിച്ച്, നിങ്ങൾക്ക് അടയാളമോ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ. പശുത്തൊട്ടിയെ പറ്റി ഓർത്തപ്പോഴാണ് ഞാൻ ചെറുപ്പത്തിലെ ഒരച്ഛൻ പറഞ്ഞൊരു കഥ എന്നെ പറ്റി മനസ്സിൽ വരാറുണ്ട്. ഞങ്ങൾ സൺഡേ സ്കൂളിൻ്റെ സമയത്തിലാണ് തോന്നുന്നു, അതോ ധ്യാനത്തിലാണ് തോന്നുന്നു. ഒരു അച്ഛന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് 3 വൃക്ഷങ്ങൾ, 3 മരങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുക. ഈ മരങ്ങൾക്ക് മരങ്ങളുടേതായ ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ മരം വെട്ടുന്നതിന് മുമ്പേ ഈ പണ്ടത്തെ ആളുകൾ ആ മരത്തിന് ചുവട്ടിപ്പോയി മരത്തെ ഇങ്ങനെ ഒന്ന് വളങ്ങും. എന്നിട്ട് അവർ ക്ഷമ ചോദിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടാൻ പോവാണെന്ന് ഭൂമിയോട് മരത്തോട് ക്ഷമ ചോദിച്ചൊക്കെ പണ്ട് വെട്ടത്തുള്ളായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാറ്റിനും അവരുടേതായ ലാംഗ്വേജ് ഉണ്ടെന്നാണ്. പക്ഷികളുണ്ട്. അപ്പം കാരണം ദൈവം തന്നെ ഇതിനാണല്ലോ വചനത്താലാണല്ലോ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിൻ്റെ ഒരു അംശം, ദൈവികമായ ഒരു അംശം എല്ലാത്തിനുണ്ട് എന്നുള്ളതാണ് സങ്കല്പം. ആയിരിക്കട്ടെ. അപ്പം ഈ 3 വൃക്ഷങ്ങൾ നല്ല മരങ്ങളുണ്ട്, അതിങ്ങനെ അടുത്തടുത്ത് നിൽക്കുക. അപ്പം ഇവരിങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാർക്ക് പറയുന്നത് നമുക്ക് എന്താകണം. ചില പറയും എനിക്ക് ഡോക്ടറാണ്, ചിലർ പറയും എനിക്ക് ഡ്രൈവറാകണം, ചില അതാണ് ഇതാണ് ഗൾഫിൽ പോകണമെന്നൊക്കെ പറയത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ 3 മരങ്ങൾ, പിള്ളേർ ശ്രദ്ധിച്ചോണം, 3 മരങ്ങൾ ഇങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താണ്. അപ്പോൾ ഒരുത്തം പറഞ്ഞ് എനിക്കൊരു കപ്പൽ, എന്നെ വെട്ടിയിട്ടൊരു കപ്പൽ, വലിയ പ്രതാപമുള്ള കപ്പൽ പണിയണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറത്തെ പറഞ്ഞു എനിക്ക് കപ്പലൊന്നും വേണ്ട, എന്നെ കൊണ്ടൊരു ചെറിയ തൊട്ടിലുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ രാരിലോ പറയുകയും പാടുകയും അല്ലെങ്കിൽ അവരുടെ കരച്ചിലും സന്തോഷവും അനുഭവിക്കുന്നൊരു പിള്ളത്തൊട്ടിലായി മാറുമെന്ന് പറഞ്ഞു. 3ാമത്തെ മരം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു നല്ല പൊസിഷൻ എത്തണം, അതെന്താ പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കണം എന്നിങ്ങനെ ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ യജമാനൻ്റെ സമയം വന്നപ്പോൾ ഈ 3 മരവും വെട്ടി. 3 മരവും വെട്ടി തടിയറച്ചു. അതിനുശേഷം ഇവർ ഉദ്ദേശിച്ചതല്ല, കപ്പൽ പണിയുന്നതിന് പകരം അതുകൊണ്ടൊരു പടകുണ്ടാക്കി. അന്നത്തെ കാലത്ത് കപ്പലല്ല, ഒരു പടക്, മുക്കന്മാർ മീൻ പിടിക്കാൻ പോകുന്നൊരു പടകുണ്ടാക്കി. മറ്റേ മരം കൊണ്ടൊരു പശുത്തൊട്ടി, ഒരു കന്നുകാലിത്തൊഴുത്തുണ്ടാക്കി. 3ാമത്തെ മരം ഇങ്ങനെ അറക്കാതെ കിടക്കുക, അതിങ്ങനെ കിടക്കുക. അപ്പോൾ പശുത്തൊട്ടിലുണ്ടായപ്പോൾ ഈ മരത്തിന് നിരാശയായോ, ഈ പറഞ്ഞ പോലെ പിള്ളത്തൊട്ടിൽ വരും പശുത്തൊട്ടിലായുണ്ടായി. മറ്റേ മരം ചിന്തിച്ചു കപ്പലുണ്ടാകുന്നതിന് വരെ എന്നെ ഒരു പടകാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. ബെത്ലഹേമിലുള്ള മരങ്ങളുടെ കാര്യം പറയുന്നത്. ആ പശുത്തൊട്ടിയിൽ യേശുവിനെ കിടത്തി. പശുത്തൊട്ടിയിൽ കിടന്നപ്പോൾ ദൂതന്മാർ, രാജാക്കന്മാർ, പൊന്നുപീറ, പിന്നെ ആട്ടിടയന്മാർ എന്ന് വേണ്ട വലിയ സംഘം വന്നപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ മനസ്സ് സന്തോഷിച്ചു. ഞാൻ ചോദിച്ചതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. മറ്റേ പടകിലേക്ക് ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ യേശു ആ പടകിലേക്ക് ചെന്ന് എന്നെ അനുവദിക്കണം, ഞാൻ ഈ ജനത്തോട് സുവിശേഷം അറിയിക്കട്ടെ. അപ്പോൾ വ്യാപാരം ചെയ്ത് പൊന്നും വെള്ളിയും വ്യാപാരം ചെയ്യാൻ ആഗ്രഹിച്ച കപ്പലിൽ യേശു ക്രിസ്തു നിത്യജീവന്റെ വചനം കൊടുത്തപ്പോൾ അതിനും സന്തോഷമായി. 3ാമത്തെ മരം ആ കാലയളവിൽ അതിനെ വെട്ടി വലിയൊരു കഴുകുമരമാക്കി മാറ്റി. ആ കഴുകുമരത്തിലാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്നിങ്ങനൊരു കഥയുണ്ട്. അപ്പോൾ അതോടുകൂടി ലോകം മുഴുവനും അറിയപ്പെടുന്ന കുരിശായിട്ട് മാറി. അനേകരെ വണങ്ങുന്നുണ്ട്, വണങ്ങും തെറ്റാണെങ്കിലും കുരിശിന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രിയ സഹോദര കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല എത്തുന്നെങ്കിലും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കയ്യിലെടുക്കുന്നെങ്കിൽ, എന്നെപ്പോലെ ഒരു കാലത്തിൽ നശിച്ചു പോകേണ്ട, ഈ ലോകത്തോട് നശിച്ചു പോകേണ്ടതായ എന്നെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചപ്പോൾ കർത്താവ് തനിക്ക് ഏറ്റവും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി മാറ്റിയതുപോലെ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും മാറ്റുവാൻ ശക്തരായ ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് പരമേൽപ്പിക്കാം. ദൈവമേ, ഞാൻ എന്നെ തന്നെ നിന്റെ കരത്തിലേക്ക് തരുന്നു. എന്നെയും മാറ്റണമേ, എന്നെ മുറ്റുമായി മാറ്റണമേ. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ. പർദീസയാക്കി മാറ്റുവാൻ കഴിയുന്ന, പാതാളത്തെ പർദീസയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പണ്ടെന്റെ ചെറുപ്പത്തിലെ പള്ളിപ്പെരുന്നാളിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. പനിനീര് വിരിയുന്ന
പറുദീസ നോക്കണം. പനനീരു വിരിയുന്ന പറുദീസ പാരിൽ മനുജനായി പനനീരു വിരിയുന്ന പറുദീസയിൽ പാരിൽ മനുജനായി അതിനുള്ളിൽ പാപത്തിൻ പാപിനെ പോലെ അപ്പോൾ ദൈവം പറുദീസയാക്കി മാറ്റുവാൻ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ തന്ത്രപരമായി പ്രവേശിച്ച് പാമ്പിനെ പോലെ പോറ്റി പുലർത്തി മദ്യപാനത്തിലും മയക്കുമരുന്നിലും വെറുക്കൂത്തിലും പാപത്തിന്റെ ഇമ്പങ്ങളിലും ലോകത്തിന്റെ മോഹങ്ങളിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാമ്പിനെ അറിയാതെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, ഒരു ദിവസം ഒരുത്തൻ കണ്ടു, വൈകുന്നേരം പോയപ്പോൾ വീടിന്റെ അപ്പുറത്തായിട്ടൊരു പാമ്പ് കിടന്നു. അയ്യോ പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൂടി. വീട്ടുകാരെ നമുക്ക് രാവിലെ നോക്കാം. രാവിലെ ചെന്നപ്പോൾ ഒരു വലിയ കയറാണ്, വണ്ണം കൂടിയ കയർ. അപ്പോൾ ഇന്ന് മായാലോകത്തിൽ ഈ പറഞ്ഞ പോലെ മുൻവിധികളും തെറ്റിദ്ധാരണകളും മയങ്ങിയ ലോകത്തിൽ സ്വയം വിധി കൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന ഒരു സമൂഹം. മറ്റൊരു ഗ്രൂപ്പ് പാമ്പിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ മോഹങ്ങളും ഇമ്പങ്ങളും പാപത്തിനും അടിമപ്പെട്ട് ജീവിച്ച് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി പറുദീസ ഒരുക്കുവാൻ യേശു ഭൂമിയിൽ വന്നു. പ്രിയ സഹോദര, ആ യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. ഈ ചരിത്ര പുരുഷനായ ഈ രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കൽവാരി ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുന്നു. ദൈവത്തിൻ പൈതലായി ജീവിക്കാൻ ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കാൻ ഞാനിനി ക്രൂശിന്മേൽ കാണുന്ന ഞങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ആദിപിതാക്കന്മാർ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. രാവിലെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ